ഈ രാഹുലുമായി ബന്ധപ്പെട്ട് വി കെ ശ്രീകണ്ഠന്റെ കൂടിക്കാഴ്ച ഇന്നലെ വി കെ ശ്രീകണ്ഠൻ എം പി അടൂരിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. അതായത് രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കി എന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച. എനിക്ക് പറയാനുള്ളത്, ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ, ഇന്ത്യക്കാരെ അടിയന്തരമായി തിരിച്ചു കൊണ്ടുവരാനും വേണ്ട സംരക്ഷണം ഉറപ്പുവരുത്താനും കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കണം എന്നുള്ളതാണ്. ഇന്നലെ വി കെ ശ്രീകണ്ഠൻ എം പി അടൂരിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. അതായത് രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കി എന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച. എനിക്ക് പറയാനുള്ളത്, ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ, ഇന്ത്യക്കാരെ അടിയന്തരമായി തിരിച്ചു കൊണ്ടുവരാനും വേണ്ട സംരക്ഷണം ഉറപ്പുവരുത്താനും കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കണം എന്നുള്ളതാണ്. ഇതേ സംബന്ധിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രിക്ക് ഞാൻ ഇന്ന് രാവിലെ ഒരു കത്ത് നൽകിയിട്ടുണ്ട്. എല്ലായിടത്തും വലിയ ആശങ്കയാണ്. ഈ യുദ്ധഭീഷണി നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ പല സ്ഥലത്തുനിന്നും മലയാളികൾ വിളിക്കുന്നുണ്ട്, ഇന്ത്യക്കാരായ ആളുകൾ വിളിക്കുന്നുണ്ട്. അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. അതുകൊണ്ട് ഇന്ത്യൻ എംബസികളിൽ അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും വേണ്ട സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുമുള്ള നടപടികൾ സ്വീകരിക്കണം. അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം വലിയ തോതിലുള്ള ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർ മുൻകൈയെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വാസ്തവത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ പ്രയാസം ബഹ്റിൻ, ദുബൈ, അബുദാബി, ഖത്തർ എന്നീ സ്ഥലങ്ങളിലെ ആളുകൾക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുവൈറ്റ്, എല്ലായിടത്തും മലയാളികളായിട്ടുള്ള ആളുകൾ വിളിക്കുകയാണ്. അപ്പോൾ അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്താനും അവിടെ അവർക്ക് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ശ്രമിക്കണം. എംബസികൾ അലർട്ടായിരുന്നുകൊണ്ട് നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യം ഇതാണ്. നിരവധി മലയാളികൾ അടക്കം വിദേശ രാജ്യങ്ങളിലും അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലൈറ്റുകൾ അടക്കം റദ്ദ് ചെയ്തിരിക്കുകയാണ്. ഫ്ലൈറ്റുകൾ പോരാൻ കഴിയത്തില്ലെന്നാണ് അവർ പറയുന്നത്. വിമാന കമ്പനികളുമായിട്ട് ചോദിക്കുമ്പോൾ അവർക്ക് വിമാനത്താവളങ്ങൾ അടച്ചിരിക്കുന്നത് കൊണ്ട് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നത്. മിക്കവാറും വിമാനത്താവളങ്ങളിൽ അറ്റാക്ക് ഉണ്ടാകുന്നു. ദുബായ്, അബുദാബി, ഖത്തർ എയർപോർട്ട് തുടങ്ങിയിട്ടുള്ള ബഹ്റിൻ